ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:15 കഴിഞ്ഞ് ഒരു 9:17 ആയിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ സമയത്ത് ഈ വണ്ടി ഓടിച്ചത് എങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കാണ്. അപ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിട്ടതിന് ശേഷം ഞാനിപ്പോൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തിനാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഒരു ലൈറ്റ് വട്ടത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റെയിൽവേ ക്രോസ് അടച്ചിട്ടേക്കോ കണ്ട, ഇവിടെ ക്രോസ് അടച്ചിട്ടേക്കോ. തൽക്കാലത്തേക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ദേ നമ്മുടെ റെയിൽവേ ക്രോസ് തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9:20 ഒക്കെ ആയിട്ടുണ്ട് സമയം. നല്ല തണുപ്പുണ്ട് കേട്ടോ കാലാവസ്ഥ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടിവിടെ നല്ല കിടിലം മഴയായിരുന്നു. ഇപ്പോൾ പിന്നെ 2 ദിവസമായിട്ടുള്ളൂ മഴയൊന്ന് സ്റ്റോപ്പായിട്ട്. പക്ഷേ അതിൻ്റെയും കൂടി ചേർത്ത് ഭയങ്കര തണുത്ത കാലാവസ്ഥയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം വെച്ചാൽ ഈ നൈറ്റ് റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പകൽ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പോയാലും വെയിൽ കൊണ്ട് ആകെ മുഷിഞ്ഞ്, പിന്നെ പ്രത്യേകിച്ചും പൊടി ഭയങ്കര അടിക്കും. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. പ്രത്യേകിച്ചും ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഖത്തു നിന്നൊക്കെ ഇങ്ങനെ വായിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനെ തുടച്ചെടുക്കാം, മണ്ണൊക്കെ തുടച്ചെടുക്കാം. അങ്ങനെ ഭയങ്കര ഇറിറ്റേഷനാണ്. നമ്മൾ വേണ്ട ടൗണിനകത്തേക്ക് കയറി നമ്മളിവിടെ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ചെറിയ 2-3 സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഇവിടെ കയറിയിട്ട് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ക്വാളിറ്റി സെൻറ്റർ. ഇവിടുന്ന് 2 സാധനം മേടിച്ചിട്ട് വരാം. ഓക്കെ, എൻ്റെ ഫോണ് പറഞ്ഞോട്ട് ഫോണാണല്ലോ എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്താ മേടിക്കുന്നത്? ഞാനിവിടെ നല്ല രീതിയിൽ വാവ്, ക്രിസ്മസിൻ്റെ സ്റ്റോർ സ്റ്റാർട്ടായിട്ടുണ്ട്. വാവ്, സൂപ്പറായിട്ടുണ്ട്. എന്തോ 6 എത്രയാ? എടുത്തോ. പിന്നെ ബലൂണേ ആണോ? ഓക്കെ. നമ്മൾ സ്റ്റാർ, ഇത് കുട്ടി സ്റ്റാർ ഒരു 4 കുട്ടി സ്റ്റാർ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ബലൂണ്. നിങ്ങൾ വിചാരിക്കും ക്രിസ്മസ് ആയില്ലല്ലോ, അതിനു മുമ്പേ ഈ ബലൂണൊക്കെ പെറുക്കാനായിട്ട് പാതിരാത്രിക്ക് പോകാൻ വട്ടാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ ഇത് കുഞ്ഞിൻ്റെ സ്കൂളിലേക്കാട്ടോ. അവരുടെ സ്കൂളിൽ നാളെ ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുചെല്ലണം. മീൻസ് കുഞ്ഞ് സ്റ്റാർ, ബലൂണ്, അങ്ങനെ എന്തെങ്കിലും കൊണ്ടുചെല്ലണം. സോ അപ്പോൾ ഇവിടെയല്ല, ഈ ഫ്ലോറല്ല, നമുക്ക് പോകേണ്ടത് മുകളിലത്തെ ഫ്ലോറാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ 2nd ഫ്ലോറിലേക്ക് വന്നു. അവിടെ ക്രോക്കറി ഐറ്റംസൊക്കെയാണ്. ഞാൻ എന്ത് ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന കണ്ടിട്ട് താഴെ ഇരിക്കുന്നവർക്ക് ചിരിക്കുകയാണ്, വട്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും. അയ്യോ, പടിയൊന്നും കയറാൻ വയ്യേ. ലിഫ്റ്റ് ഉണ്ടായിട്ട് ഞാൻ നടന്നു വന്നതേ. കണ്ടു ഗൈസ്, കാല് വയ്യ. ഇനി മേപ്പോട്ട് കയറാൻ ആരും പറയാതിരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ ഇവിടെ എങ്ങാനും ബലൂൺ ഉണ്ടോ എന്ന്. ഇനി ഈ ഫ്ലോർ ഞാൻ തെറ്റിയാണോ വന്ന് കയറിയത്? ബലൂൺ എവിടെയായിരിക്കുന്നേ? എന്നെ കൊണ്ട് മുകളിലാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയും മുകളിൽ വലിഞ്ഞു കയറി വന്ന്. അയ്യോ, ചതിച്ചു ഗൈസ്, എന്നെ വഞ്ചിച്ചിരിക്കുന്നു. കണ്ടോ, വന്ന വഴി ഞാൻ ഇറങ്ങി പോന്നുണ്ടോ? അയ്യോ, ഇത് ഈ ഒരു സ്റ്റാറിന് 9 രൂപ ആണെന്നുണ്ട്. ഈ ഒരു സ്റ്റാറിന് ഭയങ്കര അഫോർഡബിൾ പ്രൈസ് കേട്ടോ. കൊള്ളാം. അയ്യോ നമ്മളിവിടെ ഇപ്പോൾ വന്നിട്ട് പോയത് ക്രോക്കറിയാന്നും പറഞ്ഞിട്ട്.
നമ്മൾ എന്തോ ബർത്ത്ഡേക്കൊന്നും അല്ല, സ്കൂളിലെ കുട്ടികൾക്ക് ചുമ്മാ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൊടുത്തു വിടണമെന്ന് തോന്നി ബലൂണേ. അപ്പം അങ്ങനെ അപ്പൊ ഇതിനകത്ത് വൈറ്റും യെല്ലോ ഉണ്ട്, സിൽവർ ഉണ്ട്. ഓക്കെ, ചെറിയ ബലൂൺ ഇല്ലേ, വലിപ്പമുള്ള അല്ലാത്ത കുഞ്ഞു ബലൂണ്? അത് തന്നെ, ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ബലൂൺ ഒന്ന് കാണിച്ചു കേട്ടാ. ചെറുത്, അത് ചെറിയ പാറ്റേൺ അല്ലേ, മൾട്ടി കളർ അല്ലേ? അത് മതി. അത് മതി, ധാരാളം. ഓക്കെ ഇതല്ലേ, ഓക്കെ. ഇത് ഒരു പാക്കറ്റേ ഉള്ളോ? ഇതൊരു പാക്കറ്റേ ഉള്ളോ? ഒരു പാക്കറ്റ് കൂടെ തരുമോ? ഉണ്ടോ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം നമുക്ക് വേണ്ടുന്ന സംഭവങ്ങൾ ഇതേ കിട്ടിയിട്ടുണ്ട്. 2 പാക്കറ്റ് കുഞ്ഞ് ബലൂണ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഇതേ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ അയ്യോ ഇതിന് പേരുണ്ടായിരുന്നല്ലോ, ഇത് മൊത്തത്തിൽ റിലേ വിട്ടുപോയല്ലോ. മഞ്ഞൾ കല്യാണം. ഇതേ കണ്ട, നമ്മൾ ഈ മഞ്ഞൾ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന സെറ്റാണ് കേട്ടാ. വാവ്, ഇതേ മൾട്ടി കളർ കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ സ്റ്റോറിലൊന്നും പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട ആരും, എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഒരു ദിവസം വന്നിറങ്ങി സ്വസ്ഥമായിട്ട് ഇന്ന് നോക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാം കൂടുതൽ ഡീറ്റെയിൽസ്. ഇപ്പം നമ്മളുടെ രാത്രി സഞ്ചാരത്തിൻ്റെ വീഡിയോയിൽ ഞാനൊന്ന് ഉൾപ്പെടുത്തി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്തത് 2 പാക്കറ്റ് കുഞ്ഞ് ബലൂൺ സെറ്റ്. വലിയ പ്രൈസൊന്നും ഇല്ല കേട്ടോ, 7 രൂപയുള്ളൂ കേട്ടോ. പാക്കറ്റ് പ്രൈസ് 10 രൂപയാണ്, പക്ഷേ ക്വാളിറ്റിയുടെ സ്പെഷ്യൽ പ്രൈസ് 7 രൂപയുള്ളൂ. അപ്പോൾ നമുക്ക് 4 സ്റ്റാറും കിട്ടി, 2 പാക്കറ്റ് ബലൂണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്കുള്ള ഫസ്റ്റ് യാത്രയുടെ പർപ്പസ് കഴിഞ്ഞ് ഇനി സെക്കൻഡ് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിരാത്രിക്ക് വെട്ടാണെന്ന് വിചാരിക്കരുത് ഗൈസ്, ഞാൻ കൊണ്ട് ബില്ലടച്ചിട്ട് വരാം. നമുക്ക് ഇപ്പുറത്തേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ സംഭവം എല്ലാം കഴിഞ്ഞു, ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ കായംകുളം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വണ്ടി എടുത്തോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ പൂർത്തീകരിച്ചു. ഇനി നമ്മുടെ ജുപ്പുമോൻ്റെ ദേഹത്തേക്ക് നമ്മൾ ഇവനെ അങ്ങ് തൂക്കിയിട്ടു. ഇനി നമുക്ക് വീണ്ടും പോകണം. പാവം തെരുവുനായി കുഞ്ഞുങ്ങൾ തണുപ്പത്ത് കിടന്ന് വിറങ്ങലിച്ച് കിടക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് ജേണി തുടങ്ങാം. ഇപ്പം ഞാനൊരു ടെക്നിക്ക് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ വേറെ എങ്ങും തൊട്ടില്ല. ഇതൊക്കെ എന്തല്ലേ നിസ്സാരം. അയ്യോ, ഒരു കല്ലേൽ ഇപ്പോൾ കയറി മൂക്കും കുത്തി ഞാൻ വീണേനെ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള പോക്കാണ്. അപ്പോൾ സമയം ഏകദേശം 9:45 കഴിഞ്ഞു. പോകുന്ന സംഭവം സക്സസ് ആകുമോയെന്ന് അറിയത്തില്ല. സക്സസ് ആയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ എനിക്ക് തിരിച്ച് കയറാൻ പറ്റത്തില്ല. നമ്മുടെ റോഡിലൊക്കെ തന്നെ പിള്ളേർ സെറ്റൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാൻ നിൽക്കുന്ന കണ്ടോ ഗായ്സ്. ഇപ്പോൾ നമ്മൾ കായംകുളം ടൗണിനകത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൗൺ സ്റ്റാൻഡെല്ലാം അടച്ചു. പ്രൈവറ്റ് സ്റ്റാൻഡിലൊന്നും ഒരു 8 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നും കാണത്തില്ല. ഒട്ടുമിക്ക കുറച്ചൊക്കെ തുണിക്കടകളൊക്കെ തോന്നിയിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഇവിടെ തന്നെ ഓപ്പണായിട്ടിരിപ്പുണ്ട്. നമുക്ക് നോക്കാം നമ്മളുടെ മിഷൻ സക്സസ് ആകുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. റോഡ് സൈഡിലൊക്കെ ആൾക്കാർ വേസ്റ്റൊക്കെ കൊണ്ടിട്ടേക്കുന്നത് രാത്രിയുടെ മറവിൽ. അപ്പോൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്താറായി. തൽക്കാലം ഞാൻ ഈ ഒരു സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ക്രോസ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം പുറകിൽ വേറെ വണ്ടി ഉണ്ടെങ്കിലും ക്രോസ് ചെയ്ത് വരണമല്ലോ ദൈവമേ നോക്കുമ്പോൾ ഒരു മടി. ഇവിടോട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. അമ്മേ, വല്ലാത്ത പാർക്കിംഗ് ആയി പോയി എൻ്റെ പാർക്കിങ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപരേഖ കിട്ടിക്കാണ് ഞാൻ എങ്ങോട്ടായി പോകുമ്പോൾ. ഇനി രാത്രിയിൽ വണ്ടിയൊക്കെ അപ്പുറം ഇപ്പുറം എന്നൊക്കെ വരുന്നു. പെട്ടെന്ന് പോവും. ഒരു ഊറും പഴയണ പോലെയാന്നേ ആൾക്കാർ പോകുന്നത്. അപ്പം ഞാൻ വന്ന സ്ഥലം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, പിസ്സ മോമോസ് ഒരു സെറ്റ് പാഴ്സൽ.
അതിന്റെ മറ്റേ ശകലം മത്തിയെടുക്കാവോ? ഞാൻ വരുവാ. കേര നമ്മുടെ മറ്റേ കൂട്ടത്തിനൊക്കെ കേര വേണ്ട എനിക്ക്. മത്തി ഉണ്ടെങ്കിൽ ശകലോടെ ഞാൻ അങ്ങോട്ട് വരുവാ. हो गया 100 है ना? താങ്ക് യു ഭയ്യ, ബൈ ബൈ. അപ്പോൾ തന്നെ ഭയ്യയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിടിലൻ മോമോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ മോമോസും കൊണ്ട് വേണം നമ്മൾ വീണ്ടും ഒരു 4-5 കിലോമീറ്ററേക്ക് യാത്ര പോകാൻ, ഇല്ലെങ്കിൽ പെരയ്ക്കകത്തോട്ട് ശിവ കയറ്റത്തില്ല. അപ്പോൾ ഇന്ന് പതിവിന് വിരുദ്ധമായിട്ട് സ്കൂളിലെ ഹോംവർക്ക് ചെയ്യണമെങ്കിൽ മോമോസ് വാങ്ങിക്കൊടുത്താലേ പറ്റുള്ളൂ എന്നൊരു വാശി പിടിച്ചുകൊണ്ടാണ് ഈ രാത്രിയിൽ മോമോസ് ചലഞ്ചുമായിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഓൾറെഡി വണ്ടിയെ വന്ന് കയറിയിട്ടുണ്ട്. സോ എല്ലാം നമ്മുടെ ജുപ്പുമോനെ ഏൽപ്പിച്ചേക്കാണ് ഉത്തരവാദിത്തത്തോടു കൂടി വീടെത്തുന്ന വരെ പിടിക്കാൻ. അവനവിടെ സേഫായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോമോസ് ഹട്ടിനോട് യാത്ര പറഞ്ഞ് പോകാം. ഫൈനലി നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഒട്ടേറെ സ്ട്രഗിളുകൾക്കൊടുവിൽ ഇതുവഴി ഓടിച്ച് കയറ്റുന്ന ഭയങ്കര പാടാണ് കേട്ടോ. എൻ്റെ അമ്മ ഇതിൻ്റെ ഡോറൊക്കെ തുറക്കുന്നുണ്ട്. ഉറക്കം ആവിയില്ലാതെ ഒരാളിവിടെ കാത്തിരിക്കുകയാണ് ഗൈസ്. ഉറക്കം ആവിയില്ല. ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തോട്ടെ. അങ്ങനെ നമ്മൾ വണ്ടി ഇതാ പാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് സംയുക്ത ഡയറി എഴുതിയോ? സംയുക്ത ഡയറി എഴുതിയോ? ഞാൻ ചെക്ക് ചെയ്തിട്ടൊക്കെ തരത്തുള്ളൂ മോമോസ്. ഇന്ന് അയ്യോടാ, ഇത്രയും ദൂരം പോയി വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഒരു സന്തോഷം ഇല്ലല്ലോ കുഞ്ഞാവയ്ക്ക്. ആ ചേട്ടനോട് കൊടുക്കണേ. എങ്ങനുണ്ട്? യമ്മിയാണോ? കാണിച്ചേ, മോമോസ് കാണിച്ചേ. യമ്മിയാണോ? ഒരെണ്ണം മതി. വാവ്, താങ്ക് യു. ചിക്കൻ മോമോസ് നമ്മൾ സ്റ്റീമിഡും ഫ്രൈഡും ഒക്കെ തന്നെ വേറെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ പിസ്സ മോമോസ് ഞാനൊന്ന് ഫസ്റ്റ് ട്രൈ ചെയ്യാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. ചുമ്മാതല്ല, പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര വെറുതെ ആയില്ല. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.